സുഹൃത്തുക്കളെ, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മനോഹരമായ വണ്ടിയിൽ കയറുന്നത്. ഈ വണ്ടി പിന്നെ കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ വരുന്ന ഓടിക്കുന്ന ആളെ നിങ്ങൾ ഒരു പക്ഷേ അറിയാം. ഇദ്ദേഹം ഒരു ആക്സിഡൻറ്റിൽ അരക്ക് താഴെ തളർന്നിരുന്നു. പക്ഷേ ഈ മോനെ നിങ്ങൾക്കറിയാം, ഈ മോനെയാണ് പരിചയപ്പെടുത്തേണ്ടത്. ഓക്കെ, ഇവനെ കൊണ്ട് രക്ഷപ്പെട്ടൊരു ഫാമിലിയാണത്. വാപ്പാനെയും ഉമ്മാനെയും നോക്കുന്ന മണിമുത്താണ് ഇവന്. ഇപ്പൊ വണ്ടി കിട്ടിയില്ലേ? വണ്ടി കിട്ടി. ഓക്കെ, നമ്മൾ ആരാ തന്നത്? അജ്ഫാന്റെ കുട്ടിക്ക. നമ്മൾ പോയി വെക്കാം. ഇതാണ് നമ്മൾ അന്ന് കണ്ട വീഡിയോ. ഈ വീഡിയോ ഞാൻ ചെയ്തതിന് ശേഷം വ്യത്യസ്ത രീതിയിലുള്ള സഹായങ്ങൾ പല ആളുകളും ചെയ്തു. ഇപ്പോൾ അതാ കുട്ടിക്ക് ഈ ബൈക്ക് കൊടുക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ കയ്യിലുള്ളതിൻ്റെ ഒരു വിഹിതം ഞാൻ ഈ ഫാമിലിക്ക്, ഇത്തരം ഫാമിലികൾക്ക്, നൂറുകണക്കിന് ഫാമിലികൾക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാറുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇത്തരം ഫാമിലികളെ സപ്പോർട്ടും ചെയ്യാറുണ്ട്. നിങ്ങളൊക്കെ വീഡിയോക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യട്ടോ. ഇവനെബാടാ മുന്നോട്ട് വാ. ഇവനെ ഒരു പക്ഷേ പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ആളുകൾ, ഒരു ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ ഇവന് ഉണ്ണിയപ്പവും മറ്റ് പലഹാരങ്ങളും കൊട്ടക്കെ, പിന്നെ അരിച്ചോള് പമ്പിൽ അല്ലേ, എന്താ പമ്പ് എവിടെയെന്ന്? നെയ്യാറ പമ്പിൽ സ്ഥിരം കച്ചവടം ചെയ്യും. അതിന് കിട്ടുന്ന വരുമാനം മുഴുവനായിട്ടും അവൻ്റെ വീട്ടിൽ കൊടുക്കും. ആ പണം ഉപയോഗിച്ചാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രിയ സുഹൃത്ത് സമദ് ഭായ് ഒരു അപ്രതീക്ഷിതമായ ആക്സിഡൻറ്റിൽ പിന്നെ അരക്ക് താഴെ തളർന്നു പോയി കിടപ്പിലായി. അപ്പോൾ ഉപ്പയുടെ ആ ഉത്തരവാദിത്തം മകൻ ഏറ്റെടുത്ത് അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീഡിയോ കണ്ടു. പിന്നെ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹം, ഏകദേശം ട്രീറ്റ്മെൻറ്റിലൂടെ ഇപ്പം ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തി അൽഹംദുലില്ലാ. അപ്പോഴാണ് കുട്ടിക്ക് എന്നെ വിളിച്ചത്. അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹം ആഗ്രഹിച്ചൊരു സാധനം കണ്ടില്ല നിങ്ങൾ, ഏറ്റവും മനോഹരമായ ഒരു വാഹനം. പിന്നെ ഇതൊരു സ്പെഷ്യൽ വെഹിക്കിളാണ്. അത് എവിടെ നിന്നൊക്കെ ഇറക്കിയതാണ്, ഇദ്ദേഹം തന്നെ ജപ്പാൻ്റെ ഇമ്പോർട്ട് ചെയ്തൊരു സാധനം. ഇല്ല സൽമാനെ, ഭാര്യ ഫൈസൽ, കുറേ ദിവസമായി ഇത് എത്താനല്ലേ? ഇത് കുറേ ദിവസമായി, ശരിക്കും ഒരു മാസം എത്താനുള്ള ഡിലേ ആണ് വന്നത്. ഇതെങ്ങനെ കൊതിച്ച് അവസാനം പെരുന്നാളിൻ്റെ തലേന്ന് ഷാവിലെ, അപ്പോൾ പെരുന്നാളിൻ്റെ തലേന്ന് ഇങ്ങനെ കുട്ടിക്കാൻ്റെ കൈകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പിൽ ഒരു മനോഹരമായ മൊമെൻ്റാണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത്. ഇനിയിപ്പോൾ ഇതിൽ ഡിഫറൻ്റ്ലി ഏബിൾഡായ ഇദ്ദേഹത്തിന് ഇതിൽ യാത്ര ചെയ്യാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏർപ്പാടുകൾ, ചെറിയ സാധനങ്ങൾ അതിൽ വെച്ചിട്ട് പിന്നെ വിൽക്കാം. എന്താ സന്തോഷമായില്ല? എന്താണ് സന്തോഷം. ഞങ്ങൾ കുറേ ദിവസത്തെ ആഗ്രഹം. ഞാൻ ഫൈസൽ മാഷ് അന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞായിരുന്നു, എനിക്കൊരു സ്കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഒരു എൻ്റെ കച്ചവടത്തിൽ എനിക്ക് പുറത്തിറങ്ങിയായിരുന്നു. വീട്ടിലിരുന്നിട്ടുള്ള ഈ ഇത് വല്ലാത്തൊരു വെറുപ്പായിരുന്നു വീട്ടിൽ, അങ്ങനെ കിടപ്പിലായിട്ട്. ഇതിപ്പോൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷം. കുട്ടിക്ക് അത് ഏറ്റെടുത്താണ്. കുട്ടിക്ക് അന്ന് ഫൈസൽ മാഷ് അപ്പം തന്നെ എനിക്ക് വിളിച്ചു പറഞ്ഞു, കുട്ടിക്ക് അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് കിട്ടും എന്തായാലും. അതെ, ഏറ്റെടുത്താൽ പിന്നെ അത് നടത്തിയിരിക്കും. വാക്കുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ഫാമിലി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പിന്നെ എന്താണ് സന്തോഷമുണ്ട്. വാപ്പക്ക് ഇനി ഇങ്ങനെ വണ്ടി കിട്ടിയതുകൊണ്ട് വാപ്പാന്റെ അറിയണോടെ അടുത്തേക്കും കച്ചവടത്തിനൊക്കെ ഇനി പോവാലോ. അൽഹംദുലില്ലാ. കുട്ടിക്കാക്ക് പഠിച്ച ആയുസും ദീർഘായുസും കൊടുക്കട്ടെ. ആമീൻ. ഇപ്പൊ ഞങ്ങളുള്ളത് പിന്നെ അജ്ഫാന്റെ വെയർ ഹൗസിലാണ്, ഇൻകലിലെ വെയർ ഹൗസിലാണ്. പിന്നെ ഇവിടെ തന്നെ എത്രയോ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാ. എന്താണ് ഒരു സന്തോഷ നിമിഷത്തിൽ? എനിക്കൊന്നും പറയാനില്ല. സന്തോഷം. എന്താണ് ഇവനെ കുറിച്ച് നിങ്ങൾ പറയാനുള്ളത്? അവൻ നല്ലൊരു ബിസിനസ്മാൻ ആവൂല്ലേ? വാക്ക് പൊന്നാവട്ടെ കേട്ടാ, അങ്ങനെ ആവട്ടെ. എന്നെല്ലാം പഠിക്കണല്ലേ? അതെ, പഠനം കൂടെ കൊണ്ടുനടക്കണോ അവനെ? പഠനം ബിസിനസിന് വേണ്ട, ഹാർഡ് വർക്ക് ചെയ്യണം. അത് വേണ്ടേ? അത് നിങ്ങൾ എതിർക്കോ? കഠിനാധ്വാനം വേണം. ഇനിയിപ്പോ ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഞാനും ഷാവലും ഇന്നലെ കാസർഗോഡായിരുന്നു മിഞ്ഞാന്ന്. അപ്പോൾ കാസർഗോഡ് കഥകൾ പറഞ്ഞപ്പോൾ ഒരു 25 സ്ഥലത്തിൻ്റെ പേര്, ഇദ്ദേഹത്തിൻ്റെ വീടും ജന്മദേശം കാസർഗോഡാണ്. 25 പ്രദേശങ്ങൾ. ഞാനിങ്ങനെ കോട്ടക്കൽ, പുത്തൂർ, പാലപ്പുറ, അരിച്ചോള്, പിന്നെ ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ പോലെ കാസർഗോഡ് ഏതൊക്കെ ബന്ധെടുക്കുക എന്തെടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കുട്ടിക്കാനോട്, അതെങ്ങനെ അറിയാമെന്ന് വെച്ചു നിങ്ങൾക്ക്. ഞാൻ അവിടെ വല്ല ബിസിനസ്സോ ജോബോ ഉണ്ടായിരുന്നു വെച്ചു. ഒന്നല്ല, അലുമിനിയത്തിൻ്റെ ഇങ്ങനെ ചെറിയ എന്തൊക്കെ പരിപാടികൾ തലയിലേറ്റിട്ട് വീടിൽ കൊണ്ടുനടന്ന് വിറ്റിരുന്നു കാസർഗോഡ്. 13 വയസ്സിൽ കാസർഗോഡ്. അതുകൊണ്ടാണ് ഇത്ര ഫെമിലിയർ ആ സ്ഥലം. അതേ കാസർഗോഡിൽ 10 വീടുകൾ ഇപ്പോൾ അടുത്ത് നൽകി. അവിടെ തന്നെ ഏതൊക്കെ ചാരിറ്റിക്ക് എല്ലാ മാസവും എന്തൊക്കെ വലിയ പദ്ധതികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേ കാസർഗോഡ് അല്ലേ? അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ സംസാരിച്ചത് പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടിയെങ്കിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ട് ഞാൻ ഓർമ്മിച്ചാണ്. കുട്ടിക്കാൻ്റെ വക ഇതാ. സന്തോഷം. കുട്ടികൾക്ക് എന്നും ആരോഗ്യം കുടുംബത്തിൽ
എനിക്ക് ഏറെ ഇഷ്ടമായത് ഈ വണ്ടി വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ് കണ്ടപ്പോൾ. നമ്മൾ ഇങ്ങനെ പ്രതീക്ഷയില്ല. സൽമാനും ഇങ്ങനെ വിളിച്ചോ പറയാ കിട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ട്, പിന്നെ എവിടേക്ക് ഇടപെട്ടിട്ട് സ്പെഷ്യലായിട്ട് ഇറക്കിയതാണ്. അൽഹംദുലില്ലാ അടിപൊളിയായിട്ടുണ്ട്. ഇത് സംഭവം സെറ്റാണ്, ഒരു വെറൈറ്റി. ഈ നാട്ടിലൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണല്ലോ, ഈ ഭാഗത്തൊന്നും കാണാൻ കിട്ടാത്തൊരു വണ്ടി. വലിയ നാൾ എങ്ങനെ ഉണ്ടാവും? വലിയ നാള് ഇരട്ടി ഹാപ്പിയല്ലേ? ഹാപ്പിയാണല്ലേ? ഇത്ര സ്പേസ് ഉണ്ട് അല്ലേ? നല്ല സ്പേസ് ആണല്ലോ. ഫ്രണ്ടിലും ഉണ്ട് അതേപോലെ അല്ലേ? ഇല്ല ഇത് ബാറ്ററിയാ? ഓക്കെ. ഇവിടെ ബാക്കിൽ ബാക്കിൽ